പരിശുദ്ധാത്മാവ് വിശ്വാസിയോട് പറയുകയാണ്, മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത് എന്ന് പറഞ്ഞാൽ, കർത്താവിലേക്ക് വന്നവനെ ചില പ്രതിസന്ധികളിലൂടെ, ബുദ്ധിമുട്ടുകളിലൂടെ, അലച്ചിലുകളിലൂടെ, വലച്ചിലുകളിലൂടെയൊക്കെ കടത്തിക്കൊണ്ടുപോകും. അപ്പോൾ നോക്കി നിൽക്കുന്നവൻ വിചാരിക്കും, എടാ ഇവൻ പ്രാർത്ഥിക്കാൻ പോയിട്ടും കഷ്ടമാണ്. അയ്യോ, കഷ്ടമായിട്ടല്ല, ധൈര്യം തരാൻ വേണ്ടിയാണ്. യോശുവയെ വിളിക്കുകയാണ്. കർത്താവ് പറഞ്ഞ എല്ലാം ഉണ്ട്, പക്ഷേ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. യിരെമ്യാവിനെ വിളിക്കുമ്പോൾ പറയുന്നത് എന്താണ്? നിന്നെ ഞാൻ ഒരു സ്ഥലത്തേക്ക് അയക്കുകയാണ്, അവർ നിന്നെ നോക്കുന്ന കണ്ട് നീ പേടിക്കരുത്, അവരുടെ പറയുന്ന വാക്ക് കേട്ട് നീ പേടിക്കരുത്, അവരെ കണ്ടു പേടിക്കരുത്. ധൈര്യം വളരെ വിലയേറിയ ഒരു ക്വാളിറ്റിയാണ്. രണ്ടാമത്, അത് കർത്താവിൽ നമ്മൾ ധൈര്യപ്പെടുമ്പോൾ, കർത്താവ് എൻ്റെ ബലമാകുമ്പോൾ, കർത്താവ് എൻ്റെ ധനമാകുമ്പോൾ, കർത്താവ് എൻ്റെ ജ്ഞാനമാകുമ്പോൾ, അതിന് സ്വർഗത്തിൽ നിന്ന് പ്രതിഫലമുണ്ട്. അതൊരു ബോണസ് അല്ലേ? ധൈര്യം തന്നെ ഒരു പ്രതിഫലമാണ്. അത് കർത്താവിലാകുമ്പോൾ പിതാവിൽ നിന്നൊരു പ്രതിഫലമുണ്ട്, സ്വർഗത്തിൻ്റെ പ്രതിഫലമുണ്ട്. ദൈവം അനുഗ്രഹിക്കും.